കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാകും, അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ 3 സേനകളും നടത്തുകയാണ് എന്ന തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചത്. അത് മലയാള മാധ്യമങ്ങൾ അടക്കം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇപ്പോഴിതാ നമുക്ക് ലഭിക്കുന്ന ഒരു വമ്പൻ വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ, മിസൈൽ, ഡ്രോൺ, ഫൈറ്റർ ജെറ്റ് ആക്രമണങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകും. 244 ജില്ലകളിൽ ജാഗ്രതാ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ശത്രു വ്യോമാക്രമണം ഉണ്ടായാൽ ആദ്യം ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളതോ ദുർബലമായതോ ആയ ജില്ലകളിൽ അത്യാധുനിക വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് രാജസ്ഥാനിൽ നിന്ന് ജമ്മു കശ്മീരിലേക്കുള്ള പടിഞ്ഞാറൻ അതിർത്തിയിൽ 100 കണക്കിന് വില കുറഞ്ഞതും ആളില്ലാത്തതുമായിട്ടുള്ള തുർക്കി ഡ്രോണുകൾ അയച്ചുകൊണ്ട് പാകിസ്ഥാൻ എങ്ങനെ ഭീകരത പടർത്താൻ ശ്രമിച്ചുവെന്ന് രാജ്യം കണ്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഒരു അത്യാധുനിക എയർ റെഡ് വാർണിംഗ് സിസ്റ്റം ARWS പദ്ധതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനായി മുൻ വ്യോമസേന ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ വൈദഗ്ധ്യമുള്ള മുൻ വ്യോമസേന ഉദ്യോഗസ്ഥരായിരിക്കും പദ്ധതിക്ക് നേതൃത്വം നൽകുകയെന്ന് ഈ വിഷയത്തിൽ അറിവുള്ള ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എല്ലാത്തരം ഡ്രോണുകൾ, മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള വ്യോമാക്രമണ ഭീഷണിയെക്കുറിച്ച് ഈ എയർ റെഡ് മുന്നറിയിപ്പ് സംവിധാനം പൗരന്മാരെ അറിയിക്കുമെന്നുള്ളതാണ്. ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ രാജ്യത്തെ 244 സെൻസിറ്റീവ് ജില്ലകളെയും വ്യോമാക്രമണം സംബന്ധിച്ച മുന്നറിയിപ്പ് ശൃംഖലയുമായി ബന്ധിപ്പിക്കും. രാജ്യത്തെ ഈ 244 ജില്ലകളിൽ ഭൂരിഭാഗവും അതിർത്തി പ്രദേശങ്ങളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ പദ്ധതിയെക്കുറിച്ച് അറിവുള്ള ഒരു ഉദ്യോഗസ്ഥൻ നൽകുന്ന വിശദാംശങ്ങളിൽ നിന്ന് ഇതിനെക്കുറിച്ച് നിരവധി പ്രധാന വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സിവിൽ ഡിഫൻസ് മാനുവൽ അനുസരിച്ച് ഒരു സ്റ്റാൻഡേർഡ് എയർ വാർണിംഗ് സിസ്റ്റം ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഈ പദ്ധതി ഉറപ്പാക്കും. കഴിഞ്ഞ വർഷത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെയാണ് പുതിയ വ്യോമ പ്രതിരോധ മുന്നറിയിപ്പ് സംവിധാനത്തിനുള്ള നിർദ്ദേശവും കേന്ദ്രം പുറപ്പെടുവിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.